തലകറക്കം കൊണ്ട് ബുദ്ധിമുട്ടുന്നൊരു വ്യക്തിയാണോ നിങ്ങൾ? നിങ്ങൾക്കൊരു കൃത്യമായൊരു രോഗനിർണയം കിട്ടാനുള്ള ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞു തരട്ടെ. ഞാൻ ഡോക്ടർ പ്രീതി മേരി, എറണാകുളത്ത് പ്രാക്ടീസ് ചെയ്യുന്ന ENT ഡോക്ടറാണ്. പലപ്പോഴും ഒരു കൃത്യമായൊരു രോഗനിർണയം നടക്കാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണം നമുക്ക് കൃത്യമായൊരു രോഗവിവരണം രോഗിയിൽ നിന്ന് കിട്ടാത്തതാണ്. നമ്മൾ ഹിസ്റ്ററി എന്ന് പറയും. ഒരു രോഗിയുടെ വിവരങ്ങൾ നമ്മളോട് പറഞ്ഞു തരുന്നത്. നമ്മൾ തലകറക്കത്തിൽ പ്രത്യേകിച്ച് നമ്മൾ പറയും, നമ്മളൊരു കുറച്ചു നേരം ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് നമുക്കൊരു ഡയഗ്നോസിസിനെ കുറിച്ച് നമുക്കൊരു ധാരണ ഇല്ലെങ്കിൽ പിന്നുള്ള ടെസ്റ്റുകളോ അല്ലെങ്കിൽ പുതിയതായ പരിശോധനകളോ കൊണ്ട് നമുക്കൊരു ഡയഗ്നോസിസ് കിട്ടാൻ പ്രയാസമാണെന്ന്. നമ്മുടെ ശരീരത്തെക്കുറിച്ച് നമുക്കറിയാവുന്ന പോലെ വേറെ ആർക്കും അറിയില്ല, ഒരു ഡോക്ടറിന് പോലും അറിയില്ല. അപ്പം നമ്മുടെ ശരീരത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ, നമുക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ നമ്മുടെ ഭാഷയിൽ തന്നെ പറഞ്ഞ് ഡോക്ടറിന് കൊടുക്കുക. തലകറക്കത്തിനെ പറ്റി പറയുകയാണെങ്കിൽ എത്ര ദിവസമായി തുടങ്ങിയിട്ട് എത്ര നേരം നിൽക്കുന്ന തലകറക്കമാണ്, ഇതിനോട് അനുബന്ധമായി നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ, നമുക്ക് വേറെ എന്തെങ്കിലും അസുഖങ്ങളുള്ളവരാണോ, വേറെ എന്തെങ്കിലും മരുന്നുകൾ നമ്മൾ കഴിക്കുന്നുണ്ടോ, നമുക്ക് ഷുഗറോ പ്രഷറോ അങ്ങനെ വേറെ എന്തെങ്കിലും, ഇതിനു മുമ്പ് നമുക്ക് എപ്പോഴെങ്കിലും ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടോ, നമ്മുടെ കുടുംബത്തിലെ ആർക്കെങ്കിലും ഈ പ്രയാസങ്ങൾ വന്നിട്ടുണ്ടോ, ഇതൊക്കെ കൃത്യമായി പറയുന്നത് നല്ലതാണ്. പലപ്പോഴും നമ്മൾ വിചാരിക്കും ഇതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല എന്ന്, പക്ഷേ ഒരു ഡോക്ടർക്ക് എല്ലാ വിവരങ്ങളും അതിനകത്ത് പ്രധാനമുള്ളതാണ്. നമ്മുടെ രീതിയിൽ പറഞ്ഞാൽ മതി. എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻ്റ് വന്ന്, ഒരു പാവപ്പെട്ട കൃഷിക്കാരനാണ്, പുള്ളി വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് തലകറക്കമാണ് ഡോക്ടറെ. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് ബുദ്ധിമുട്ട്? ഡോക്ടറെ, ഒരു കോഴിക്ക് തലയ്ക്ക് ഏറ് കിട്ടിയാൽ എങ്ങനെ ഇരിക്കും, അതേപോലെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് കൃത്യമായി മനസ്സിലായി, പുള്ളിക്ക് നമുക്ക് വലിയ വിദ്യാഭ്യാസമോ വലിയ വാക്ചാതുര്യമോ ഒന്നും വേണ്ട. നമ്മുടെ മനസ്സിൽ എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ അത് പറയുക. ഞാനിത് പറയുന്നതിന് ഒരു കാരണമുണ്ട്. തലകറക്കുന്ന രോഗി ഉദ്ദേശിക്കുന്നതും ഒരു ഡോക്ടർ മനസ്സിലാക്കുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. ഒരുപക്ഷെ കണ്ണിൽ ഇരുട്ട് കയറുന്നതിന് നമ്മൾ തലകറക്കം എന്ന് പറയും, ബോധം കെട്ട് വീഴുന്നതിന് തലകറക്കം എന്ന് പറയും, ചുറ്റിക്കറങ്ങുന്നതിന് പറയും, വേച്ചു പോകുന്നതിന് തലകറക്കം എന്ന് പറയും. അപ്പോൾ ഇതിന് ഓരോന്നിനും ഇതിൻ്റേത് സെപ്പറേറ്റ് ആയിട്ടുള്ള ഡയഗ്നോസിസും അതിൻ്റെ ചികിത്സകളും എല്ലാം വേറെയാണ്. അപ്പോൾ കൃത്യമായ ഒരു രോഗവിവരണം നിങ്ങളുടെ രോഗനിർണയത്തിനും ചികിത്സയ്ക്കും സഹായിക്കും.